എടാ ദാസപ്പ, എടാ 10 രൂപ കൈക്കൂലി കിട്ടിയിട്ട് നാളെത്രയാടാ? മനുഷ്യൻ മനസ്സറിഞ്ഞ് 2 പൊറോട്ട ഇറച്ചി കഴിക്കാൻ കൊതിയായിട്ടുള്ള കാശും കിട്ടണില്ലല്ലേ? 500 രൂപ കൈക്കൂലി കൊണ്ട് ഒരുവനോട് വരാൻ പറഞ്ഞിരുന്നു ഞാൻ. അവൻ വരുമ്പോ തന്നെ കാശുണ്ടോന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ സാർ, എങ്കിലും ഞാൻ ഒപ്പിട്ട് കൊടുക്കുള്ളൂ. എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചതാണ്. വരുമ്പോ തന്നെ ചോദിച്ചോടാ. സാറേ നമസ്കാരം. സാർ ഞാൻ ഡോക്യുമെന്റ്സ് ആയിട്ട് വരണമെന്ന് പറഞ്ഞു. ഡോക്യുമെന്റ്സ് ആയിട്ട് വരണം പറഞ്ഞു. പിന്നെ റെഡിയല്ലേ സാർ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? എല്ലാം കൊണ്ടുവന്നു. മറ്റേ കൊണ്ടുവന്നിട്ടില്ല. കരം തീർത്ത രസീത് കൊണ്ടുവന്നോ? കരം തീർത്ത രസീത് നോക്കട്ടെ. സാറേ ഇതിന്റെ ഒറിജിനലാണ്. കരം തീർത്ത രസീത് അല്ലേ? ഇതതിന്റെ ഫോട്ടോ സ്റ്റാറ്റ്. ഈ ഒറിജിനൽ ലിങ്ക് ഞാൻ തരും. ഫോട്ടോ സ്റ്റാറ്റ് മതി. ഇനി മറ്റേ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പറഞ്ഞിരുന്നല്ലോ. ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതാ സാർ. ഇതതിന്റെ ഒറിജിനൽ ഫോട്ടോ സ്റ്റാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒറിജിനൽ ഞാൻ എടുത്തോട്ടെ. കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ എനിക്കറിയത്തില്ലേ. ആധാരത്തിന്റെ കോപ്പി. ആധാരത്തിന്റെ ഒറിജിനലാണ്. ഒറിജിനൽ ഇതതിന്റെ ഫോട്ടോ സ്റ്റാറ്റ്. അപ്പൊ ഈ ഒറിജിനൽ ഞാൻ എടുത്തോട്ടെ. എനിക്ക് ഫോട്ടോ സെറ്റ് മതിയല്ല. അപ്പൊ എല്ലാ ഡോക്യുമെന്റ്സും ഓക്കെ, എല്ലാം ക്ലിയർ, ഒരു കുഴപ്പമില്ല, എല്ലാം സാറേ സാറ് 500 രൂപ കൈക്കൂലിയുടെ കാര്യം പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒന്നും മേടിക്കാത്ത ആളാണ്. എനിക്കൊരു ഉപകാരം ചെയ്ത സ്ഥിതിക്ക് ഞാൻ സാർ അതൊന്നും വിചാരിക്കണ്ടല്ലോ. വേണോ? എന്നാ സാർ ഇത് അതിന്റെ ഒറിജിനൽ 500 അല്ലേ? ഇത് അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ്. അപ്പൊ ഈ ഒറിജിനൽ ഞാൻ എടുത്തോട്ടെ. അപ്പൊ ശരി, ഞാൻ അങ്ങോട്ട് വെച്ചോട്ടെ. ഓക്കെ സാർ, വളരെ ഫോട്ടോസ്റ്റാറ്റ് പോരെന്നാ അവൻ നമ്മളെ പറ്റിച്ചിട്ട് കടന്നു വന്നല്ലടാ. ഇത് ഫോട്ടോസ്റ്റാറ്റ് ഒറിജിനൽ നിനക്ക് പുറകെ തരാം കേട്ടോ. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. നീ എവിടെ പോയിരിക്കാണോ? എന്ത് തിരക്ക്? എവിടെ? 2 312 313 എവിടെ? ലൂസി എടുത്തിട്ട് പോയതാണ്. ഇവിടെ ലൂസി ഇതുവരെ കംപ്ലീറ്റ് ചെയ്തില്ലേ? എത്രയും പെട്ടെന്ന് വാങ്ങിച്ചു കൊണ്ടോ. നിന്നൊക്കെ കാര്യം ഏൽപ്പിച്ച് എങ്ങനെയാണ് ഒരു ധൈര്യത്തിലേക്ക് പോവാ? ഇന്ന് വരാൻ തന്നെ കാരണം ആ 2 ഫൈൻ നോക്കേണ്ട ആവശ്യം കൊണ്ടാ. ഇവരൊക്കെ ഒരു ഉത്തരവാദിത്തം എന്താ ചെയ്യാ? ഞാനൊരു പഞ്ചായത്ത് പാപം പഞ്ചായത്ത് 130 കിട്ടി. കിട്ടി. തൽക്കാലം ഇത് മതിയടോ. എടാ പ്യൂണെ, നീ ഒന്ന് നോക്കിക്കേടോ. പാവനും മോളിയും മുൻ പേജിൽ തന്നെ കൊടുത്തിരിക്കുക. അവന്റെ പിടിന്ന് രക്ഷിക്കണേന്നാവും. ഈ പിള്ളേര് ഭയങ്കര തമാശ. ജീവിതത്തിൽ ഇതുപോലെ 2-3 പിള്ളേരുണ്ടായത് ഭയങ്കര ജോളിയായിരിക്കും ലൈഫ് മൊത്തം. ഞാൻ ആകെ ഈ പഞ്ചായത്തിൽ ഓഫീസിൽ വരുന്ന കാരണം എന്താ അറിയോ? ഈ ബോബനും മോളിയും വായിക്കുന്ന വേണ്ടി മാത്രം. ഇതെന്ന് ഇറങ്ങുന്ന അന്ന് എന്നും ഞാനിവിടെ എത്താറില്ലേ? നിനക്കറിയാലോ. ഇത് കിട്ടിയിട്ട് എനിക്ക് അന്നൊരു സുഖം ഉണ്ടായോ. നീ നോക്കി ഇതിന്റെ ബാക്കി പേജൊക്കെ ഭയങ്കര തമ്പം ഇവര്. സഹജ സ്വഭാവം. ആർക്കാ ഈ സഹജ സ്വഭാവം? എടാ വീണേ, നീ പോല ഇതിന്റെ 3ാമത്തെ പേജിലൊരു തമാശ കണ്ടിട്ട് ആരാ? ഞാനാ ഫൽഗുനെ. ഫൽഗുനോ? താനെന്താ ഇങ്ങനെ കുനിഞ്ഞു വരുന്നേ? ഞാൻ ദാരിദ്ര്യത്തിലേക്ക് താഴെ ഉള്ളാണല്ലേ. അതെന്താ ഇങ്ങനെ കുനിഞ്ഞ് മേലെ മുട്ടണ്ടാന്ന് വെച്ചിട്ടാണ്. എന്താ പരിപാടി? എന്താ പരിപാടി? കക്കൂസുണ്ട് സാറെ കൂടെ. ഇതെന്താണ് കംഫോർട്ട് സ്റ്റേഷനോ? അല്ലെങ്കിൽ പോടോ. കക്കൂസിന്റെ ലോൺ കൊടുക്കുന്നുണ്ടോ? ലോണോ? പഞ്ചായത്തിലോ? അല്ലടാ, പഞ്ചായത്തിൽ അങ്ങനെ നമ്മളൊരു ലോൺ കൊടുക്കും. അങ്ങനെ ഒരു ലോൺ ഉണ്ട് സാർ. 5ാം പഞ്ചവത്സര പദ്ധതി പ്രകാരം അങ്ങനെ ഒരു ലോൺ ഉണ്ട്. ഉണ്ടാ? ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. സാറിങ്ങോട്ട് വരില്ലല്ലോ. അട്ടാ, നിന്റെ അപേക്ഷ കണ്ടോ? എന്താ പേരെന്ന് പറഞ്ഞ? ഫൽഗുനെ. ഫൽഗുന് എത്ര വയസ്സായി? വയസ്സ് 40. 40 വർഷക്കാലം. പിന്നെ എങ്ങനെയാണ് ഈ മലമൂത്ര വിസർജനൊക്കെ? പഞ്ചായത്ത് കനാലില്ലേ? കനാലിന്റെ സൈഡില് മറ്റേ താരം ഇങ്ങോട്ട് അവിടെ ഇരിക്കുമ്പോ നല്ല സുഖമായിരിക്കും. കാറ്റും വെയിലൊക്കെ കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ഈ 45 വർഷക്കാലം പഞ്ചായത്ത് വക കനാലിൽ മലമൂത്ര വിസർജനം നടത്തി പഞ്ചായത്തിന് അടക്കേണ്ട പിഴ
പരിസരണ മലിനത്തിന്റെ പേരിൽ പഞ്ചായത്തിന് അടക്കേണ്ട തുക 3500. പോയിട്ട് അടച്ചിട്ട് പോയി കേട്ടോ. പോയിട്ട് അടച്ചിട്ട് വാ. ഇതിന്റെ രണ്ടാമത്തെ പേജിൽ ലാസ്റ്റ് ഞാൻ ഇന്നലെ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. ഇങ്ങോട്ട് നോക്കറാ. എന്നാടോ ഗ്യാസ് ഉണ്ടാ? ആർക്ക്? എനിക്കോ? അല്ല, ഗ്യാസിന്റെ ലോൺ ഉണ്ടാ? ഗ്യാസിന് ലോണോ? പഞ്ചായത്തിലോ? എടാ മൂണെ, നമ്മൾ അങ്ങനെ ഒരു ലോൺ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ലോൺ കൊടുക്കുന്നുണ്ട് സാർ. ആ നിർദ്ധന കുടുംബത്തിന് ഗ്യാസ് കത്തിക്കാനുള്ള ലോൺ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. സാറ് വരലില്ലല്ലോ. നോക്കട്ടെ നിന്റെ അപേക്ഷ നോക്കട്ടെ. ഏതാ? 5 വർഷമായി 40 വർഷമായി ഇവിടെ. പക്ഷെ 40 വർഷം താനെങ്ങനെയാണോ വിറക് ജീവിച്ചത്? അത് പഞ്ചായത്ത് വകയുള്ള കാർഡല്ലേ? മൈതാനി. ഫോറസ്റ്റ് അവിടെ പോയിട്ട് അവിടുന്ന് കൊണ്ടുവരാ വിറകൊക്കെ. വിറക് ലീവുള്ള ദിവസം ഞാൻ കൊണ്ടുവരും. ഏതെല്ലാം ദിവസം എനിക്ക് ലീവ്? എനിക്ക് എല്ലാ ദിവസവും ലീവ് തന്നെയാണ്. ആണാ? എന്നാ ഒരു കാര്യം ചെയ്യും. അതൊരു 45 വർഷക്കാലം നല്ലോണം പാസ്സായിക്കോ. നല്ലോണം പാസ്സായി തരാം. 45 വർഷക്കാലം പഞ്ചായത്ത് വക ഫോറസ്റ്റിൽ കയറി വിറക് മോഷ്ടിച്ചതിന്റെ പേരിൽ പഞ്ചായത്ത് അടക്കേണ്ട പിഴ 4500 രൂപ. അടച്ചിട്ട് പോയി കേട്ടോ. അത് അടച്ചിട്ട് അധികം വേണ്ട. ഇതിൽ 12ാമത്തെ പേജിൽ വേറൊരു കോമഡി ഉണ്ട്. നീ പോയില്ലടോ. കിണറ് ഇത് കിണറ് കിണറ് കുഴിക്കാനുള്ള ലോൺ ഉണ്ടാ? ആടെ എവിടെയോ? പഞ്ചായത്തിലോ? അവിടെ കിണറ് കുഴിക്കാൻ നമ്മൾ അങ്ങനെ ലോൺ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ലോൺ ഉണ്ട് സാർ. ഉണ്ടോ? ഉണ്ട്. പക്ഷെ ഇത് ഞാൻ അറിയുന്നില്ല. സാറ് വരലില്ലല്ലോ. നോക്കട്ടെ ഇവനെ കൊണ്ട് എന്റെ ബോബനും മോളി ഒരു വളർത്ത് എത്തിയിട്ടില്ല. 45 വർഷമായി കുടിവെള്ളം. 45 വർഷം പിന്നെ എങ്ങനെയാണോ താൻ കുടിവെള്ളം കുടിച്ച് ജീവിച്ചേ? അതാ അത് സാർ പഞ്ചായത്തൊക്കെ പിന്നൊക്കെ വിഭാഗക്കാർക്ക് കുഴിച്ചു കൊടുത്ത കിണറില്ലേ, അവിടുന്ന് പമ്പ് വെച്ച് അടിച്ച് കയറ്റിയല്ലേ വീട്ടിലേക്ക്. അതിനെ കൊണ്ട് അങ്ങനെ വെള്ളമില്ലാത്തോണ്ടാ. അങ്ങനെയാണെങ്കിൽ താനൊരു കാര്യം ചെയ്യും. ഒരു 40 മുകളിൽ പാസ്സാക്കി. ഈ 40 വർഷക്കാലം പിന്നോക്ക വിഭാഗക്കാർക്ക് മാത്രം കൊടുക്കുന്ന വെള്ളത്തിൽ കൈയിട്ട് വാരി ദുർബല വിഭാഗത്തെ പീഡിപ്പിച്ചതിന്റെ പേരിലുള്ള പിഴ 45,000 ഉറുപ്പിക മൊത്തം അടച്ചിട്ട് ഒരു കാര്യം ചെയ്യ്, നീ അങ്ങ് ഇങ്ങോട്ട് കൊണ്ടുതാ. മൊത്തം ഇതിന്റെ അസലും പകർപ്പൊക്കെ എടുത്തിട്ട് പോയിട്ട് പോയി. നമ്മളോടാ ഇവന്റെ കളി. നമ്മൾ ആരുടെയൊക്കെ അമ്മ സാറുള്ളപ്പോഴാണ് ഞാൻ ഈ ബോബനുമോളി വായിക്കാം. അതെ, നീ കണ്ടില്ല? പശുവേ കിളി പിടിച്ചു. പശുവെ കിളി പിടിച്ചു നോക്കട്ടെ. പശുവെ കിളി പിടിച്ചൊന്നുമില്ല, പശുവെ കിളി പിടിച്ചു. നമസ്തേ. ഈ അവശ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവത്തിന്റെ അപേക്ഷയായിട്ട് അങ്ങനെ. അവശനോ? തന്നെ കണ്ടിട്ടൊരു അവശനാന്ന് തോന്നുന്നുണ്ട്. എന്താണോ നിന്റെ കല? കല തുള്ളലാണ് സാർ. തുള്ളലോ? തുള്ളലൊക്കെ കളിയാക്കിയിട്ടുണ്ടോ ഇപ്പൊ? ഉണ്ട് സാർ, ഓട്ടം തുള്ളൽ. ഓട്ടം തുള്ളൽ. ആട്ടെ, ഓട്ടം തുള്ളൽ എന്ന് പറയുമ്പോ ഓട്ടം തുള്ളല് ഓട്ടം തുള്ളൽ എന്ന് പറയുമ്പോ ഓടിത്തുള്ളുന്നതാ? അല്ല സാർ, ഇത് ഓട്ടം തുള്ളൽ കല തന്നെയാണ് സാർ. നല്ല കളിയാ. ഓട്ടം തുള്ളൽ അങ്ങനെ പ്രശസ്തരായ ആരും കൊണ്ടോടോ? ഉണ്ട്. ആരുണ്ട്? പി ടി ഉഷ. ഓടുന്നാണല്ലേ? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ. അയ്യോ ഞാനല്ല സാർ, ഞാനിത് പഠിച്ചിട്ട് അങ്ങനെ തുള്ളുന്ന. അങ്ങനെ എന്താ അപേക്ഷ? ആട്ടെ, ഈ അപേക്ഷയൊന്നും പോരാ. താൻ ഈ തുള്ളൽ കലാകാരനാണെന്ന് തെളിയിക്കാനുള്ള തെളിവെന്തും കൊണ്ടോ തന്റെ കയ്യിൽ? എന്ന് പറഞ്ഞാൽ ഇപ്പോ ഫോട്ടോ ഉണ്ട് സാർ. വേണ്ട, ഫോട്ടോ ഉണ്ട് പോലും. ഇങ്ങോട്ട് നോക്കടാ. ഫാൻസി ഡ്രസ്. ഫ്രാൻസിസ് അല്ല സാർ, കെ കുട്ടൻ. അതല്ലടോ, നിന്റെ ഈ ഫോട്ടോ ഒന്നും പോരാ. കയ്യിൽ വെച്ചോ. ഈ ഫോട്ടോ ഒന്നും പോരാ ഇപ്പോഴത്തെ തെളിവിന്. ഇപ്പോഴത്തെ തെളിവ് നല്ല കറക്റ്റ് തെളിവ് വേണം. ആട്ടെ, CD ഉണ്ടോ? ഇല്ല, വീഡിയോ ഉണ്ട്. തരട്ടെ ചേട്ടാ. CD എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ TV ഇട്ട് കാണുന്ന സംഭവം അല്ല. അത് ഇത് തുള്ളിയാക്കെല്ലാം വയ്യ TV വരുത്താണ് സാർ. ചേട്ടാ, അതല്ല, നമുക്ക് സിമെന്റഡ് ആയിട്ടുള്ള പ്രൂഫ് വേണം, തെളിവ് വേണം. എന്താ തനിക്ക് തെളിയിക്കാനുള്ള? താനൊരു തുള്ളൽ കലാകാരനാണ്, എങ്ങനെ നീ തെളിയിക്കും? ഒറിജിനലായിട്ടുള്ള തെളിവ് അത് വേണം. അങ്ങനെ അത് വേണം. ഒറിജിനലായിട്ട് ഞാനിവിടെ തുള്ളൽ കലാകാരനാണ് തെളിയിക്കാം. അത് വേണം. അത് പറഞ്ഞാൽ പോരെ. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാറിക്കിടാശടാ. മർക്കടാ നീ അങ്ങ് മാറിക്കിടാശടാ. നിനക്ക് ഞാൻ ലോണ് പാസ്സാക്കി തരാടാ. സാർ, ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടി. എന്ത് പുരസ്കാരാണ് എനിക്ക് കിട്ടി? പട്ടും വളയും. പട്ട് മാത്രല്ല, അങ്ങനെ പല സാധനവും വളയൂ. അത് കണ്ടിട്ട് നീ എന്നെ വളക്കാൻ നോക്കല്ലേ. സാർ
വിഷം മേടിക്കാൻ കൂടി പൈസ ഇല്ല, അതുകൊണ്ടാ. ഇല്ലേ, ഒരു കാര്യം ചെയ്യും, ആ. ആ പട്ടും വളയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, ഉണ്ട്. ആ വള വിറ്റ് വിഷം മേടിച്ച് കഴിച്ച് മരിക്ക്. എന്നിട്ട് ആ പട്ടെടുത്തിട്ട് നിന്റെ ശവത്തിന് പിരിക്ക് പോടാ. അങ്ങനെ വേണം ഒരു അല്ല പിന്നെ ദുർഘട സ്ഥാനത്ത് വന്നു കിടക്കാൻ നിനക്ക് എന്തടാ യോഗ്യത മറക്കടാ? എടാ. പോടാ.